എല്ലാവർക്കും നമസ്കാരം. വിചാരണയുടെ മറ്റൊരു ലക്കമാണ്. ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അഗ്രഗണ്യനായ സാക്ഷാൽ ശ്രീമാൻ എ കെ ആൻ്റണി ഇന്നൊരു പ്രസ്താവന നടത്തി. വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പറഞ്ഞത്, വർഗീയ ശക്തികളെ അകറ്റി നിർത്താൻ കേരളത്തിലെ UDFൻ്റെ പ്രവർത്തകർ അതീവ ജാഗ്രത കാണിക്കണം എന്നാണ്. വർഗീയ ശക്തികളെ അകറ്റി നിർത്താൻ കേരളത്തിലെ UDFൻ്റെ അണികൾ, അനുഭാവികൾ, നേതാക്കൾ, പ്രവർത്തകർ, വോട്ടർമാർ, സർവോപരി കേരളത്തിലെ വോട്ടർമാർ ജാഗ്രത കാണിക്കണം എന്നാണ്. പെട്ടെന്ന് ആൻ്റണിയെപ്പോലുള്ള ഒരു നേതാവിൻ്റെ വായിൽ നിന്നും ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് കരുതുക, അത് ലോകമാസകലം, ലോകത്തെ ആകെ ഇന്ന് ഗ്രസിച്ചിരിക്കുന്ന ഇസ്ലാമിക ഭീകരവാദത്തെക്കുറിച്ചാണ് എന്നാണ് നാം കരുതുക. പക്ഷെ അങ്ങനെയല്ല. ലോകത്തെ ആകമാനം ഗ്രസിച്ചിരിക്കുന്ന, അതായത് സൗദി അറേബ്യ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ, UAE തുടങ്ങിയ രാജ്യങ്ങൾ ഒഴികെ മറ്റ് ഏതാണ്ട് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും എത്രയോ സംവത്സരങ്ങളായി അന്യോന്യമുള്ള കലാപക്കൊടികൾ, കലാപക്കുത്തുകൾ, കലാപവെട്ടുകൾ, കലാപ ബോംബുകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതിപ്പോൾ ഇറാനിലെത്തി നിൽക്കുന്നു. ഇറാനെ ആക്രമിച്ചത് ഇസ്രയേലും അമേരിക്കയും ചേർന്നാണ്. പക്ഷേ ഇറാൻ്റെ ആക്രമണം മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ ഗൾഫിലെ 4-5 രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചാണ്. ആ രാജ്യങ്ങളിൽ ആക്രമണം ഉണ്ടാവുമ്പോൾ, ഇറാൻ്റെ ആക്രമണം സൗദി അറേബ്യ, UAE, കുവൈറ്റ് പോലെയുള്ള രാജ്യങ്ങളിൽ ഉണ്ടാവുമ്പോൾ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ, മലയാളികൾ അവിടെ എന്തു ചെയ്യണം എന്നറിയാതെ നെടുവേർപ്പിട്ട് അവരവരുടെ റൂമുകളിൽ തൊഴിലില്ലാതെ, ഭക്ഷണം പോലുമില്ലാതെ കഴിയുന്ന ഒരവസ്ഥയിലാണ് മഹാനായ ആൻ്റണിയുടെ ഈ പ്രതികരണം. ഇതൊന്നും ആൻ്റണിക്ക് വിഷയമേ അല്ല. ആൻ്റണിയുടെ വിഷയം കേരളത്തിലെ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൽ ആത്മാർത്ഥതയുണ്ടോ എന്നൊക്കെ മറ്റ് സന്ദേഹങ്ങളാണ്. ഒരു പക്ഷേ അതിലൊരു ആത്മാർത്ഥതയും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. കാരണം ആൻ്റണി ഇപ്പോൾ കളരിക്ക് പുറത്താണ്. ഇന്ത്യയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ AK ആൻ്റണിക്ക് ഇന്ന് യാതൊരു പ്രസക്തിയുമില്ല. അവിടെ KC വേണുഗോപാലും, കേരളത്തിലെത്തിക്കഴിഞ്ഞാൽ VD സതീശനും രമേശ് ചെന്നിത്തലയും സുധാകരനും ഒക്കെ ഉൾപ്പെടുന്ന കുറേ രണ്ടാം കിടയിൽ വന്ന നേതൃത്വമാണ് ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസിനെ തന്നെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ AICCയുടെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഒരു 100 വിദ്യാർത്ഥികളോട് ഇന്ത്യയിലെ AICCയുടെ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ 95 പേരും ഉത്തരം പറയാൻ നിർവാഹമില്ല. കാരണം മല്ലികാർജുന ഖാർഗെയെ ആർക്കും അറിയില്ല. അതൊക്കെ ചില സമവായങ്ങളുടെ പേരിൽ സമീപകാലത്ത് ഉയർന്നു വന്ന ചില മുകുളങ്ങളാണ്. അതൊക്കെ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും KC വേണുഗോപാലിൻ്റെയും ഒക്കെ അവരുടെ കരവിരുതിൽ തെളിഞ്ഞു വന്ന ചില മുകുളങ്ങൾ മാത്രമാണ് മല്ലികാർജുന ഖാർഗെയെ പോലെയുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെ തിരശീലയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ആൻ്റണി കേരളത്തിൽ ഇന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വേളയിൽ ഈ വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തണം, അതാണ് കേരളത്തിലെ ജനത ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അതിൽ പലതും നമുക്ക് പ്രതീക്ഷിക്കാനുണ്ട്, പലതും നമുക്ക് കരുതിയിരിക്കേണ്ടതുണ്ട്.
കരുതിയിരിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്, കോൺഗ്രസ്സുകാരാണ്. ആ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇപ്പോൾ ആന്റണി ഉദ്ദേശിച്ച ഈ വർഗീയ വിഘടന ശക്തികൾ RSSും BJPയുമാണെങ്കിൽ അവരെക്കുറിച്ചാണ്, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ കുറിച്ചാണ്, അതിന് നേതൃത്വം കൊടുക്കുന്ന RSSനെയും BJPയെയും കുറിച്ചാണ് AK ആന്റണി സംസാരിച്ചത് എങ്കിൽ ആന്റണിക്ക് അതേക്കുറിച്ച് സംസാരിക്കാൻ, അവർ വർഗീയവാദ ശക്തികളോ ഹിന്ദുത്വവാദ ശക്തികളോ ആരായിരുന്നാൽ പോലും ആ പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, ആ സംഘപരിവാർ സംഘടനകളെക്കുറിച്ച് ഒരക്ഷരമുരിയാടാൻ AK ആന്റണി എന്ന കോൺഗ്രസ്സുകാരന് അർഹതയില്ല. അതിൻ്റെ കാരണം സ്വന്തം വീട്ടിൽ സ്വന്തം മകൻ തൻ്റെ രാഷ്ട്രീയ തട്ടകമായി തിരഞ്ഞെടുത്തത് ഈ സംഘപരിവാർ സംഘടനയാണ്, BJPയാണ്. അദ്ദേഹം ഇപ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന, അതിന് ചുക്കാൻ പിടിക്കുന്ന സംഘടനാ സമിതികളിലൊക്കെ, ഏതാണ്ട് സംഘടനകളിലൊക്കെ ആന്റണിയുടെ ഈ മകൻ അംഗമാണ്. അപ്പോൾ ആദർശധീരനും കോൺഗ്രസിൻ്റെ തിളങ്ങുന്ന പൂർണ്ണ ചന്ദ്രനുമൊക്കെയായ AK ആന്റണിയുടെ മകൻ, ആന്റണിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഈ വർഗീയ വിഘടനവാദ ശക്തികളിലെ ഈ സംഘടനയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള ചോദ്യത്തിന് പലവട്ടം മാധ്യമങ്ങൾ ചോദ്യമുന്നയിച്ചിട്ടും ആന്റണി ഇന്ന് വരെ പ്രതികരിച്ചിട്ടില്ല. ആന്റണിക്ക് പ്രതികരിക്കാൻ കഴിയില്ല. കാരണം ആന്റണിയുടെ രാഷ്ട്രീയവും ആന്റണി ഉൾപ്പെടുന്ന കോൺഗ്രസ് രാഷ്ട്രീയവും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വട്ടപൂജ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ചെറുപ്പക്കാരനാണ് ആന്റണിയുടെ മകൻ. അപ്പോൾ ആന്റണിക്ക് ഇത്തരത്തിലുള്ള ഒരു ഉപദേശം നൽകാൻ ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മികമായ ബാധ്യതയുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ ബാധ്യത ഇല്ലാതിരിക്കുന്ന പക്ഷം ആന്റണി ഇന്നത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ എന്തിനങ്ങനെ ഒരു പരാമർശം നടത്തി എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. കേരളത്തെ സംബന്ധിച്ച് ആന്റണി ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിലും ശരി, കേരളത്തെ സംബന്ധിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലെത്താനൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരു അവകാശവാദവും ആത്മാർത്ഥമായി BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു നേതാവും ഉന്നയിച്ചിട്ടുമില്ല. ഒരുപക്ഷെ 10 സീറ്റ് കിട്ടിയേക്കാം, അല്ലെങ്കിൽ 10-40 മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി അവർ പരാജയപ്പെട്ടേക്കാം, 2ാം സ്ഥാനത്തെത്തിയേക്കാം. അതിനുള്ള സാധ്യത ഇന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട്, അഥവാ അങ്ങനെ സംഭവിച്ചാൽ അത് സംഭവിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ശിഥിലമാകും എന്ന് മറ്റാരേക്കാളും AK ആന്റണിക്ക് വളരെ നന്നായിട്ടറിയാം. ഒരുപക്ഷെ അവർ ജയിച്ചു പോയാലോ എന്നുള്ള ആശങ്കയും ആന്റണിയെ വേട്ടയാടുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പരാമർശം ഇന്ന് AK ആന്റണി നടത്തിയത് എന്ന് സാധാരണ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരാളും നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ആന്റണിക്ക് ഈ ഹിന്ദുത്വവാദ സംഘടന, BJP ആയിക്കോട്ടെ RSS ആയിക്കോട്ടെ, അവരങ്ങനെ ഹിന്ദുത്വവാദം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തെ ഹൈന്ദവവൽക്കരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ സംഘപരിവാർ സംഘടനകളാണ് എന്ന് പറയാൻ പോലും ആന്റണിക്ക് അർഹതയില്ല. അതിൻ്റെ എത്രയോ തെളിവുകൾ, എന്തുകൊണ്ട് അർഹതയില്ല എന്ന് പറയാനുള്ള തെളിവുകൾ ആന്റണി നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ചരിത്രമായി നമ്മുടെ മുന്നിലുണ്ട്. മാറാട് കലാപത്തെക്കുറിച്ചൊന്നും ഈ അവസരത്തിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തിരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രമല്ല,
കഴിഞ്ഞുപോയ അത്തരം ചിത്രശക്തികളുടെ പ്രവർത്തനത്തെ വീണ്ടും വീണ്ടും അവലോകനം ചെയ്ത് ആളുകളുടെ മാനസിക നില വഷളാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അക്കാലത്ത് ആന്റണിയാണ് മുഖ്യമന്ത്രി. ആ വിഷയത്തിൽ ചെറുവിരൽ അനക്കാൻ പോലും അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിക്ക് സാധിച്ചിട്ടില്ല എന്നത് ആന്റണി തന്നെ പരോക്ഷമായി പലവട്ടം സമ്മതിച്ച കാര്യമാണ്. ആരാണ് അന്ന് AK ആന്റണി എന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ കൂച്ചുവിലങ്ങിട്ട് നിർത്തിയത് എന്ന് അന്ന് വിശാലമായ രീതിയിൽ ആരും ചർച്ച ചെയ്തിരുന്നില്ലെങ്കിലും പിൽക്കാലത്ത് 2026 നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അക്കാലഘട്ടത്തിൽ ആരായിരുന്നു ആന്റണിയെയും കോൺഗ്രസിനെയും കൂച്ചുവിലങ്ങിട്ടത് എന്ന് വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ധാർമ്മികത എന്നൊന്ന്, രാഷ്ട്രീയത്തിലെ ധാർമ്മികത എന്നൊന്ന് അവകാശപ്പെടാൻ പണ്ടത്തെ കാലത്തെ പ്രതിച്ഛായ പുരുഷനായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വാണരുളിയിരുന്ന ആന്റണിക്ക് ഇന്ന് കഴിവില്ല, ഇന്നതിനുള്ള ശേഷിയില്ല എന്നുള്ളത് 100% വാസ്തവമാണ്. അപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. മറ്റൊന്ന് പറഞ്ഞിടത്തേക്ക് തന്നെ വന്നാൽ, അന്ന് AK ആന്റണി എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കൂച്ചുവിലങ്ങിട്ട അതേ ആളുകൾ അന്നത്തേതിനേക്കാൾ വലിയ സംഘടിത ശക്തികളായി ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൂച്ചുവിലങ്ങിന് മുന്നിൽ നിർത്തിയിരിക്കുന്നു എന്നുള്ളത് ന്യായമായും തെളിവ് സഹിതം, അതിൻ്റെ പൂർണ്ണ ചിത്രം സഹിതം നമ്മുടെ മുമ്പിലുണ്ട്. സമീപകാലത്ത് കേരളം കേട്ട ഗംഭീരമായൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം നടത്തിയത് ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് KM ഷാജി എന്നാണ്. ഒരു കാലത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം നടത്തിയ പ്രസംഗം സമുദായത്തെ എങ്ങനെ സമ്പുഷ്ടീകരിക്കാം, അതായത് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തിനുള്ളിലേക്ക് ഇസ്ലാമികവൽക്കരണം എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള സ്റ്റഡി ക്ലാസ്സാണ് അന്ന് KM ഷാജിയുടെ പ്രസംഗത്തിൽ പരാമർശിച്ച് കടന്നുപോയത്. മതമാണ് 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 പ്രശ്നം. ഞങ്ങളൊരു മതസാമുദായിക പാർട്ടിയാണ്. ഞങ്ങളുടെ MLA-മാർ സർവോപരി UDF MLA-മാർ കേരളത്തിൻ്റെ നിയമസഭയിൽ ഉണ്ടാവേണ്ടത് ഞങ്ങളുടെ മതത്തിൻ്റെ ആവശ്യമാണ്. ഞങ്ങൾക്ക് മതം തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞ KM ഷാജി കേരളത്തിൻ്റെ സാംസ്കാരികതയുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയായിരുന്നു എന്ന് ആന്റണി ഓർമ്മിക്കണം. കേരളത്തിലാണ് ഇത്തരമൊരു പ്രസംഗം. ഏതാണ് വർഗീയത? ഞാനൊക്കെ ആ പ്രസംഗം നടന്ന അതേ സമയം മുതൽക്കേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ, അല്ലെങ്കിൽ ഐക്യമുന്നണി രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് മലബാർ മേഖലയിൽ മാത്രമാണ്. എടുത്തു പറയത്തക്ക പങ്ക്. മധ്യ തിരുവിതാംകൂറിലും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ പറ്റി വലിയ തോതിലുള്ള ശബ്ദമൊന്നും അവിടെ ആരും കേൾക്കാറില്ല. കൊല്ലം ജില്ലയിൽ ഇരവിപുരം പോലെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ അപൂർവമായി ചില ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ നീളുന്ന 4-5 ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം. പക്ഷെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കോൺഗ്രസ്സുകാരുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, കോൺഗ്രസ് രാഷ്ട്രീയമുണ്ട്, കോൺഗ്രസിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുണ്ട്. ഇവരൊക്കെയും പ്രവർത്തിക്കുന്നത് കേരളത്തിൽ അങ്ങോളമുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, അനുഭാവികൾ, വോട്ടർമാർ, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒഴികെയുള്ള കോൺഗ്രസുമായി ബന്ധപ്പെടുന്ന ഐക്യജനാധിപത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ, ഇവരൊക്കെ
നിയമസഭാ തെരഞ്ഞെടുപ്പുമായി പ്രവർത്തിച്ച് അവർക്ക് അവരുടേതായ ഐക്യജനാധിപത്യ മുന്നണിയുടെ MLA-മാരെ സൃഷ്ടിച്ച് നിയമസഭയിലേക്ക് അയക്കുന്നത് ഇസ്ലാമിക സമുദായത്തിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടിയാണോ, അവരുടെ ശക്തി കാണിക്കാൻ വേണ്ടിയാണോ, അവരെ മാത്രം സഹായിക്കാൻ വേണ്ടിയാണോ? അതിന് ഉത്തരം പറയേണ്ടത് കെ സുധാകരനും VD സതീശനും ഉൾപ്പെടുന്ന ആളുകളാണ്. വെറുതെ വാചാലത കൊണ്ട് പ്രയോജനമില്ല. ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം സതീശൻ്റെയും സുധാകരൻ്റെയും ഒക്കെ ശരീരഭാഷയും സംസാര ഭാഷയുമൊക്കെ നാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. CPM-നെ തകർക്കണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 വർഷം കൊണ്ട് കേരളത്തെ കുട്ടിച്ചോറാക്കി, അതിലപ്പുറമാണ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്. അവർ ഉന്നയിക്കുന്നത് ഹിന്ദുത്വ അജണ്ടയാണ്, വർഗീയ വിഘടനവാദ ശക്തികളാണ് രാജ്യം ഭരിക്കുന്നത്. ഇതൊക്കെ സതീശനും സുധാകരനുമൊക്കെ ഇങ്ങനെ വളവള വർത്തമാനം പറയൽ കാലങ്ങളായി തുടരുന്ന പ്രക്രിയയാണ്. എന്തേ KM ഷാജിയോട് മിണ്ടരുത് എന്ന് പറയാനുള്ള നട്ടെല്ല് സുധാകരനും സതീശനും ഇല്ലാതെ പോയത്? ആണത്തമുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ പറയണ്ടേ KM ഷാജി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ്. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം, നിങ്ങൾ MLA-മാരെ സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ മതത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് എങ്കിൽ അതിൽ ഐക്യജനാധിപത്യ മുന്നണിയെ വലിച്ചിഴക്കരുത്, കോൺഗ്രസ് രാഷ്ട്രീയത്തെ വലിച്ചിഴക്കരുത്. മതേതരത്വമായി ജീവിക്കുന്ന വലിയൊരു ജനവിഭാഗത്തിൻ്റെ അവരുടെ കൂടി സംസ്ഥാനമാണ് കേരളം, മതവാദികളുടെ മാത്രം സംസ്ഥാനമല്ല എന്ന് പറയാൻ സുധാകരനും സതീശനും KM ഷാജിയുടെയും മുസ്ലിം ലീഗിൻ്റെയും മുന്നിൽ നട്ടെല്ല് കുനിഞ്ഞു പോയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വളരെ സ്പഷ്ടമാണ്. വലിയ ആൾക്കൂട്ടം സൃഷ്ടിക്കുന്ന മതം, ഓരോ ബൂത്തുകളിലും വലിയ വലിയ ആൾക്കൂട്ടം സംഘടിതമായി സൃഷ്ടിക്കുന്ന മതം, അതേത് മതമാണെങ്കിലും ആ മതത്തെ താങ്ങുക എന്നത് മാത്രമാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും ഒക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി. അത്രയ്ക്കുള്ള നട്ടല്ലേ ഈ നേതാക്കന്മാർക്കും ഈ പ്രസ്ഥാനത്തിനുമൊക്കെ ഉള്ളൂ. പഴയകാല കോൺഗ്രസിൻ്റെ ചരിത്രവും ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യവും ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൻ്റെ പ്രത്യേകതയുമൊന്നും ഇന്നത്തെ കാലയളവിൽ വിളംബരം ചെയ്തിട്ട് സുഹൃത്തുക്കളെ, മാന്യന്മാരെ, യാതൊരു പ്രയോജനവുമില്ല. നിങ്ങൾ മതം താങ്ങികളായി അധികാരത്തിൻ്റെ അപ്പക്കഷണത്തിനു വേണ്ടി അങ്ങനെ രാഷ്ട്രീയത്തെ ലളിതവൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ ധാർമ്മികതയ്ക്ക് നേരെ മലമറിഞ്ഞുകൊണ്ട് അധികാരം ആസ്വദിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ പണിയൊക്കെ ചെയ്തു കൂട്ടുന്നത്. പക്ഷെ ഇവിടെ ഇസ്ലാമികവൽക്കരണത്തിന് വേണ്ടി ജീവിക്കുന്ന ജനതക്കപ്പുറം, അല്ലെങ്കിൽ ഇനി ഹൈന്ദവവൽക്കരണം എന്ന് ഏതെങ്കിലും ഒരു BJP-കാരനോ RSS-കാരനോ KM ഷാജി പറഞ്ഞതുപോലെ പറഞ്ഞാൽ, ഇത് രണ്ടിനുമിടയിൽ, ഇത് രണ്ടും താങ്ങാനാവാതെ നല്ല നട്ടലോടുകൂടി ജീവിക്കുന്ന 206 എല്ലുകളും തികച്ചുള്ള കോടാനുകോടി മനുഷ്യർ ജീവിക്കുന്ന ഒരു നാടാണ് കേരളം. ആ കേരളത്തെ ഇങ്ങനെ വർഗീയവാദ വിഘടന ശക്തികളുടെ ആസനത്തിനുള്ളിൽ തിരുകി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി കേരളത്തെ സാംസ്കാരിക പ്രബുദ്ധതയെ കുട്ടിച്ചോറാക്കിയത് പ്രധാന പങ്ക് കേരളത്തിലെ കോൺഗ്രസിന് തന്നെയാണ്. CPM-നും ഇടതുപക്ഷത്തിനും മോശമല്ലാത്ത ഒരു പങ്ക് അക്കാര്യത്തിലുണ്ട്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ഏത് തെരഞ്ഞെടുപ്പായാലും അതിൽ വോട്ട് രേഖപ്പെടുത്തേണ്ടത് വോട്ടർമാരാണ്. ഓരോ ബൂത്തിലുമുള്ള വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. കേരളത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു തമ്പ്രാൻ്റെ, ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ്റെ ആജ്ഞ മുൻനിർത്തിയാണോ കേരളത്തിലെ വോട്ടർമാരുടെ വലിയൊരു ജനസഞ്ചയം വോട്ട് രേഖപ്പെടുത്തുന്നത്? എന്നാൽ ഇസ്ലാമിക രാഷ്ട്രീയം, ഇസ്ലാമിക സംഘടന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് അങ്ങനെയാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അത് ശരിയാണ് താനും. തീരുമാനിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, അത് അക്ഷരം പ്രതി ശരിയാണ് താനും. അപ്പോൾ ഈ സ്ഥാനാർത്ഥികളൊക്കെ എഴുന്നള്ളിപ്പ് നടത്തുന്നത് പാണക്കാട് ശിഹാബ് തങ്ങളെ കാണാൻ പോകുന്നു, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വീട്ടിന് മുമ്പിൽ
സ്ഥാനാർത്ഥികളുടെ തിക്കും തിരക്കുമാണ്. BJP-കാരനൊഴികെ LDF-ൻ്റെയും UDF-ൻ്റെയും എല്ലാ സ്ഥാനാർത്ഥികളും കേരളത്തിൽ അങ്ങോളമുള്ള സ്ഥാനാർത്ഥികൾ മുഴുവൻ ഇടതനും വലതനും കാന്തപുരത്തിൻ്റെ വീടിന് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, കൈമുത്താൻ വെമ്പുന്നു. ഈ മന്ത്രി ചോദ്യ വെള്ളം കുടിക്കാൻ തിക്കും തിരക്കുമുണ്ടോ എന്നുള്ളത് നാം അറിയില്ല. അത്തരം വീഡിയോകളൊന്നും പുറത്തു വരാത്തതുകൊണ്ട് അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ബൂത്തുകളിലും ഇത്തരം പണ്ഡിതന്മാരുടെ ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരാണ് ഈ വർഗീയ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്? ആരാണ് ഈ വർഗീയ വിഘടനവാദ ശക്തികളെ, മതമാണ് പ്രശ്നം എന്ന് പറയുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് സാംസ്കാരികത പ്രബുദ്ധതയുള്ള, സംസ്കാരത്തോടെ ജീവിക്കുന്ന കേരളത്തിലെ ഒരു കൂട്ടം മഹാജനങ്ങളുടെ മുഖത്ത് നോക്കി സതീശനും സുധാകരനും ഇനി ഇടതുപക്ഷത്തിൻ്റെ ചില ആളുകൾക്കുമൊക്കെ ഉത്തരം പറയേണ്ടി വരും. അതുതന്നെയാണ് ആന്റണി ഭയക്കൊന്ന രാഷ്ട്രീയവും. അതാണ് അതിൻ്റെ കഴമ്പ്. പണ്ടൊരു കാലത്ത് AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുകയാണ്. 2-2.5 വർഷം പൂർത്തിയാക്കിയ സമയത്ത് കേരളത്തിലെ കോൺഗ്രസിൽ വലിയ കലാപക്കൊടി ഉയർന്നു. വലിയ കലാപക്കൊടി ഉണ്ടാവുന്നു ആന്റണിക്കെതിരെ. ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യം UDF-നകത്തുണ്ടാവുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഒരു കക്ഷി പോലും ആന്റണിയെ സഹായിക്കാനില്ല. ആന്റണി വികാരപ്രകടനത്തോടു കൂടി അന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞു, എവിടെയും തൊടാതെ ഒരു വാക്ക്, ന്യൂനപക്ഷങ്ങളാണ് എന്നുള്ളതൊക്കെ ശരിയാണ്, ഭരണഘടനാപരമായ എന്തെങ്കിലും അവകാശമുണ്ടെങ്കിൽ കാലാകാലങ്ങളായി അതവർക്ക് ലഭിക്കുകയും വേണം. പക്ഷേ ന്യൂനപക്ഷങ്ങൾ സംഘടിതമായി നിന്നുകൊണ്ട് ഒരു ഗവൺമെൻറ്റിനെയും ഒരു മുന്നണിയെയും ഒരു സർക്കാർ സംവിധാനത്തെയും വരിഞ്ഞു കെട്ടാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് AK ആന്റണി അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേര ഇട്ടെറിഞ്ഞ് ഉമ്മൻചാണ്ടിയെ ഭരണമേൽപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ പഞ്ചസാര വകുപ്പിൻ്റെ, ഭക്ഷ്യവകുപ്പിൻ്റെ മന്ത്രിയായി ചുമതലയേൽക്കാൻ വേണ്ടി പോയത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അക്കളി തീക്കളിയായി മാറിയിരിക്കുന്നു. ഈ രാഷ്ട്രീയം, ഈ മതം താങ്ങികളുടെ രാഷ്ട്രീയം കേരളത്തിലെ ജനത തിരിച്ചറിയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ മതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റാളുകൾ, അല്ലെങ്കിൽ ഈ മതത്തിൻ്റെ സംഘടിത സ്വഭാവത്തെ തിരിച്ചറിയുന്ന വോട്ടർമാർ, അവർ സ്വാഭാവികമായും അവരുടെ വോട്ട് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കിട്ടാൻ വേണ്ടി പോകുന്നില്ല, UDF-നും LDF-നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ആ വോട്ടുകൾ പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ BJP-ക്ക് പോകും എന്ന് ആന്റണി പറയാതെ പറയുകയാണ് ഈ പ്രസ്താവനയോടുകൂടി ചെയ്തത്. ഏതായാലും ആന്റണിക്ക് അക്കാര്യത്തിൽ നല്ല നമസ്കാരം. ആന്റണി വളരെ കൂർമ്മ ബുദ്ധിയുള്ള ആളാണ്. പക്ഷേ ഈ വർഗീയ വിഘടനവാദികളെക്കുറിച്ച് പറയുമ്പോൾ 1947 കലാപ കാലഘട്ടമൊന്നും 46 തുടങ്ങിയ കൂട്ടക്കുരുതിയും ഇന്ത്യയും പാകിസ്ഥാനും രണ്ടും രണ്ടായി വേർതിരിഞ്ഞു പോയ കാലഘട്ടവും ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതും ആന്റണി മറന്നു പോകരുത്. അവിടെ നിന്നുകൊണ്ട് സംസാരിക്കണം. ആരാണ് വർഗീയ വിഘടനവാദികൾ? ആരാണ് മതം പറഞ്ഞ് രാഷ്ട്രീയത്തിൽ കയറിക്കൂടി വോട്ട് പിടിക്കുന്നത്? ആരുടെ മതം സംരക്ഷിക്കണമെന്നാണ് ഇത്തരക്കാർ ആവശ്യപ്പെടുന്നത്? അവർ ഹൈജാക്ക് ചെയ്ത കോൺഗ്രസ് രാഷ്ട്രീയം, സതീശനെയും സുധാകരനെയും വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഈ മത സംഘടനകൾ, അത് തീർച്ചയായും വോട്ടർമാരോട് പറയാൻ മെയ് 4 വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷം ആന്റണിക്കൊരു സുവർണാവസരം ഉണ്ടാവുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.